നമസ്കാരം, ഞാൻ വിനീത്. ഇൻഫ്ലേഷനെ മറികടന്ന് നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിൽ പലരും ആദ്യം ചിന്തിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പറ്റി ആയിരിക്കും അല്ലേ? സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടിട്ട് കാര്യമില്ലെങ്കിൽ FD ഇട്ടാൽ മതിയല്ലോ, അതാകുമ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? എന്നാൽ ഇപ്പോഴത്തെ ആവറേജ് FD റേറ്റ് എടുത്താൽ അത് 5.5% മുതൽ 7.5% വരെയാണ്. ഇതിൽ നിന്ന് 6% ഇയർലി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പണത്തിന് കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പിന്നെ FD ഇടണ്ട എന്നാണോ? അല്ല, FD എങ്ങനെ ഒരു ഫിനാൻഷ്യൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 1. എമർജൻസി ഫണ്ട് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് FD ആയിട്ട് കീപ്പ് ചെയ്യാം. എമർജൻസി ഫണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കും. 2. നിങ്ങൾക്കൊരു 3 വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള ഫണ്ടാണ്, അത് തൽക്കാലം എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് FD പരിഗണിക്കാം. കാരണം ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നഷ്ടം വരാൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ FD അല്ലെങ്കിൽ പിന്നെ എവിടെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഉടൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് മിസ്സാവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നന്ദി.